കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവിനെ ഇതേ കേസിൽ പിടികൂടിയില്ലേ? ആങ്കർക്ക് അദ്ദേഹത്തിന്റെ പേര് പറയാൻ കഴിയുമോ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഇതേ കേസിൽ പിടികൂടിയില്ലേ? ആങ്കർക്ക് അവരുടെ പേരെങ്കിലും പറയാൻ കഴിയുമോ? കുറെ നാളായി നിന്നെ കൈ കിട്ട കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ആങ്കർ സമ്മതിക്കണം, യൂത്ത് കോൺഗ്രസിന്റെ അങ്ങനെ ഒരു നേതാവിനെ പിടികൂടിയെന്ന് പറയാൻ താങ്കൾ തയ്യാറാകണം. സത്യമായി പറയുന്നവനായി രാജാക്കന്ന് താങ്കൾ തയ്യാറാകണം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിൽ അങ്ങനെ ഒരു നേതാവിനെതിരെ നിങ്ങളുടെ പോലീസ് FIR ഇട്ട് പിടികൂടിയെങ്കിൽ ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു. ജെയ്സി തോമസ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ പറ, ആ പേര് പറ, അയാൾക്കെതിരെ എടുത്ത FIR പറ, ഞാൻ ഇപ്പൊ പുറത്താക്കാം. ഉത്തരം പറ. നിങ്ങൾക്ക് എന്തെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. ചുമ്മാ ഇവിടെ വന്നങ്ങ് ഡംപടിച്ചു പോകരുത്. നിങ്ങൾക്ക് പറ, പേര് പറ, FIR നമ്പർ പറ, ഞാൻ ഇപ്പൊ പുറത്താക്കാം. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ഇപ്പൊ പുറത്താക്കാം. ഒന്ന് പേര് പറഞ്ഞേ. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരാളെ കഞ്ചാവ് കേസിലോ പിടികൂടി പോലീസ് FIR ഇട്ട് പിടികൂടിയിട്ടുണ്ടെങ്കിൽ ജെയ്സി തോമസിന് എന്തെങ്കിലും മാന്യതയുടെ അംശം ഉണ്ടെങ്കിൽ ആ പേരൊന്ന് പറഞ്ഞേ, ഞാൻ ഇപ്പൊ പുറത്താക്കാം. നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂടിന്റെ തൊണ്ടേക്കറി കുരുങ്ങി. അത് ഒന്ന് പറഞ്ഞേ. ചുമ്മാ ഒരു ചർച്ച വന്നങ്ങ് അടിച്ചുവിട്ട് പോലെ ജയിക്കേ. നിങ്ങളുടെ നേതാക്കന്മാരെങ്കിൽ സാറിനും കുട്ടികൾക്കെല്ലാം സുഖം തന്നെയല്ലേ? അപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രതിനിധി മാന്യതയുടെയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെയും സർട്ടിഫിക്കറ്റ് എനിക്ക് അച്ചടിച്ച് അവിടെ കക്ഷത്തിൽ കൊണ്ടുവന്ന് നടക്കുകയാണ്. ഞാൻ ചോദിക്കുമ്പോൾ അതൊക്കെ എടുത്ത് നൽകാൻ എന്തായാലും മാന്യതയുടെയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെയും സർട്ടിഫിക്കറ്റ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് വാങ്ങേണ്ട ഗതികേട് കേരളത്തിലെ എന്ന് അല്ല. നിക്ക്, ഞാൻ പറയട്ടെ. സംസ്ഥാന സെക്രട്ടറിയെ പിടികൂടി പേര് പറ. വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. അല്ല, ഒരു സെക്കൻഡ് അങ്ങനെ പറയാൻ സൗകര്യമില്ലേ? ഞാൻ അങ്ങനെ പറയാൻ സൗകര്യമില്ലേ? പിന്നെ എന്തർത്ഥത്തിലാണ് നിങ്ങൾ ഇവിടെ ഒന്നൊരു ആരോപണം ഉന്നയിക്കുന്നത്? എന്തർത്ഥത്തിലാണ് ആരോപണം ഉന്നയിക്കുന്നത്? ഇല്ല, സൗകര്യമില്ല. മാന്യത വേണ്ടേ? മാന്യത ആവശ്യമാണെങ്കിൽ ഒരു കുടുംബത്തിൽ ഒന്നും ഇങ്ങനെയാവാം. എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലെ ആയി പോയത്? യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പിടികൂടിയെന്ന് താങ്കൾ പറഞ്ഞ പേര് പറ. എന്താണ് ചുമ്മാ വീണെടുത്തേ പേരുണ്ടെങ്കിൽ പേര് പറ, ഇല്ലെങ്കിൽ ക്ഷമാപണം നടത്ത്. അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറ. എന്ത് ചെയ്യാനാ ലോറൻസ്? അവന് വിവരമില്ലാത്തവനായി പോയില്ല. മണ്ടത്തരം പറയല്ലേ? ചുമ്മാ തള്ളി അങ്ങ് വിടല്ലേ? പേരുണ്ടെങ്കിൽ പേര് പറ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുടെ പേര് പറ. അങ്ങനെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ FIR നമ്പറും പേരും പറ. ഞാൻ ശുപാർശ ചെയ്യാം. പേര് പറ. ഇങ്ങനെ ബുദ്ധിയില്ലാത്തൊരു സാധനം. ധൈര്യമുണ്ടെങ്കിൽ പേര് പറ. മനോരമയുടെ ഫ്ലോറിൽ വെച്ച് തന്നെ നമ്മൾ എത്ര കണ്ടതാണ്. മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലും പറയണം. ഇല്ലെങ്കിൽ ഞാൻ അറിഞ്ഞു പോകുന്നു. ജയ്ഹിന്ദ് ചാനലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആരാ ഉരുണ്ടതെന്നും ആരാ എഴുന്നേറ്റ് ഓടിയെന്നും മനോരമയുടെ ആങ്കറിന്റെ സമക്ഷം നമ്മൾ നടത്തിയ ചർച്ചയിൽ, ഞാനും അങ്ങയും ഇരുന്ന ചർച്ചയിൽ നമ്മൾ കണ്ടതല്ലേ? അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഞാൻ തിരികെ ചോദിച്ചു, യൂത്ത് കോൺഗ്രസ് എന്ത് ചെയ്തു? മലപ്പുറം ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ നിങ്ങൾ എന്ത് ചെയ്തു? നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? വയനാട് ജില്ലയിലെ DCC പ്രസിഡന്റിനെയും നിങ്ങൾ എന്ത് ചെയ്തു? അതൊക്കെ സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരല്ലേ? അബദ്ധം പറ്റിയതാണ്. അബദ്ധം ഞാൻ ചോദിച്ചു, അക്കമിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേടാ മോനെ, കാഴ്ച കുറവുണ്ടെന്ന്, അല്ല കേൾവി കുറവുണ്ടെന്ന്. സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ വരെ ഈ കേസുകൾ പ്രതികളാക്കപ്പെട്ടിട്ട അക്രമ കേസിൽ ഞാൻ പറഞ്ഞു, കോൺഗ്രസിന്റെ തന്നെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ കൊലക്കേസിൽ പ്രതിയായിട്ട് എന്ത് ചെയ്തു? അക്രമ കേസിൽ പ്രതിയായിട്ട് എന്ത് ചെയ്തു? അശോകന്റെ തോറ്റ മോത്തിന്റെ ശൈലി നീ കണ്ടിട്ടുണ്ടോ? അതിന് അപ്പോഴത്തെ അവസരം തരുന്നില്ലല്ലോ.
എന്നാ കാവിലെ പാട്ട് മത്സരത്തിന് നീ വാ, അവന്റെ തോറ്റ മോന്തയുടെ ക്ലോസപ്പ് കാണാം. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ആത്മവിശ്വാസം നശിക്കില്ല.